ഹലോ സിസ്റ്റർ ഏത് മെഡിസിനാണ് കൊടുത്തത്? കൊടുത്തോ. ഓക്കെ, ഐ വി സ്റ്റാർട്ട് ചെയ്തോ. ശരി, എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ വിളിക്കണേ. ഞാനും അമരേന്ദ്ര പുറത്താണ്, കുറച്ച് ബിസിയാണ്. കുഴപ്പമില്ല, എന്ത് തിരക്കുണ്ടെങ്കിലും വിളിച്ചോളൂ. എമർജൻസി എന്തെങ്കിലും വിളിച്ചോളൂ. ഓക്കെ. പേഷ്യൻ്റാ? നോക്കാം. ഹലോ സിസ്റ്റർ പറയൂ. പേഷ്യൻ്റോ? ഐ വി സ്റ്റാർട്ട് ചെയ്തോ? ആണോ? അതെന്നെ കണ്ടിന്യൂ ചെയ്തോ. ഞാനും അമരേന്ദ്രൻ കുറച്ച് ബിസി ആയിരുന്നു. ഓക്കെ, കുഴപ്പമില്ല, എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ വിളിച്ചോളൂ കേട്ടോ. ഓക്കെ, പ്രോബ്ലം. ഓക്കെ. ഹോസ്പിറ്റലിൽ പേഷ്യൻ്റ്. ഇനി എന്താ പരിപാടി അമര? നമുക്കിനി അല്പം മനസ്സണക്കാൻ വേണ്ടി അല്പം വെള്ളം കുടിക്കാം. ബസ്സിലോ? അമര, നമ്മുടെ കല്യാണം എപ്പോഴാ നടക്കുമെന്ന്? വീട്ടിലാകെ പ്രശ്നം. എനിക്ക് ഒരുപാട് കല്യാണം സെറ്റിൽ ആവണ്ടേ. എനിക്ക് 3 മാസം സമയം. പിന്നെ കല്യാണം കഴിഞ്ഞ് പോയിട്ട് പിന്നെ 1 മാസം സമയം എന്താ? എന്തായാലും 30 ദിവസം. ഞാൻ നിനക്ക് വേണ്ടി പ്രണയ സമ്മാനം കൊടുത്തിട്ടുണ്ട് ദേവിക. എന്റെ കല്യാണം കഴിഞ്ഞ് പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യം. സമ്മാനം നോക്ക്. ശരിക്കും I love you, Devika. So much. Love you too. Okay. Cut. ഈ സെയിം ഡയലോഗ് പറഞ്ഞു. വോയിസ് ടെസ്റ്റ് ചെയ്യാനാ? ദേവിക, അമര, നമ്മുടെ കല്യാണം എപ്പോഴാ? ഉടൻ തന്നെ നടത്താമെന്ന്. വീട്ടിലേക്ക് കല്യാണ ആലോചനയൊക്കെ വരുന്നുണ്ട്. ഞാൻ നിനക്ക് പ്രണയ സമ്മാനം കൊടുത്തിട്ടുണ്ട്. വീട്ടിലൊക്കെ ആകെ പ്രശ്നം. പ്രണയ സമ്മാനമുണ്ട്, നോക്ക്. ശരിക്കും? ഇതെപ്പോ? I love you, ദേവിക. I love you too. ആരോ നോക്കുന്നുണ്ടല്ലോ. കുറേ നേരമായി ഒരുത്തം നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാനുള്ളപ്പോ ദേവിക പേടിക്കണ്ട, ആരും ഒന്നും ചെയ്യില്ല. നീ എന്റെ പെണ്ണ. പുള്ളി ഇങ്ങോട്ട് വരുന്നുണ്ട്. ആരും ഒന്നും ചെയ്യില്ല, നീ എന്റെ പെണ്ണ, പേടിക്കണ്ട. നീ കോൺഫിഡൻസ്. ദേവിക, അമര, നമ്മുടെ കല്യാണം എപ്പോഴാ? ഉടൻ തന്നെ നടത്താം. എനിക്ക് വീട്ടിൽ ആലോചനയൊക്കെ വരുന്നുണ്ട് കേട്ടോ. നിന്നെ എനിക്ക് ഇഷ്ടമല്ലേ? നിനക്ക് എന്നെ ഇഷ്ടമല്ലേ? പക്ഷെ എന്റെ കല്യാണം കഴിഞ്ഞ് പോയിട്ട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഉടൻ തന്നെ നടത്താം, 30 ദിവസം നടത്താം. നിനക്ക് വേണ്ടി പ്രണയ സമ്മാനം കൊണ്ടുവന്നു. നോക്ക്. ശരിക്കും? ഇതെപ്പോ? മോതിരം. നീ എന്റെയാ, നീ എന്റെ മാത്രം. ലവ് യു. കുറെ നേരമായല്ലോ ഒരുത്തം നോക്കുന്നു. നമുക്ക് പോയാലോ അമര? വേണ്ട, ഞാനുള്ളപ്പോൾ നീ പേടിക്കണ്ട, ആരെയും പേടിക്കണ്ട. ആൾ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. ഞാൻ ഉണ്ടല്ലോ, നീ പേടിക്കണ്ട. ബി കോൺഫിഡൻസ്.
ആരാ സാറേ നമസ്കാരം മേഡം. എന്നെ മനസ്സിലായോ സാറിന്? ഇല്ല മനസ്സിലായി. തോപ്പുംപടിയിൽ വെച്ചൊരു ബൈക്ക് ആക്സിഡന്റ്. തോമ്പടി വെച്ച ആക്സിഡന്റ്. ഞാൻ ചോരയിൽ കുളിച്ച് കിടക്കുന്ന ഹോസ്പിറ്റലിൽ എത്തിയിട്ട് സാറാണ്. അന്ന് ഞാൻ എന്റെ BM കൊണ്ടുവന്നു. ഇതാരാണ്? എന്റെ ലവറായിരുന്നു ഞാൻ കിട്ടാൻ കൂടെ വന്നു. ഓ മേഡം പുണ്യം ചെയ്തതാണ് മേഡം ഇങ്ങനെയുള്ളൊരു മനസ്സുള്ളൊരു ആളെ കിട്ടാന്ന് പറഞ്ഞാല്. കാരണം എന്റെ ജീവിതം മാറ്റിമറിച്ചതാണ്. എനിക്ക് എന്റെ വീട്ടിൽ എന്റെ അമ്മയും എന്റെ പെങ്ങളും മാത്രമേ ഉള്ളൂ. ഞാൻ നഷ്ടപ്പെട്ടു പോയാൽ അവര് ഭയങ്കര പ്രശ്നത്തിലാവും. സാറാണ് എന്റെ ജീവിതം. എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊടുക്കുന്ന സാറാണ്. നന്നായി വരട്ടെ. ദേവിക അതാരാ? ഹായ് ഹായ് സാർ. സാറിന് മനസ്സിലായില്ലേ? തോപ്പുംപടിയിൽ വെച്ചൊരു ബൈക്ക് ആക്സിഡന്റ്. ഞാൻ എന്റെ BM വന്ന് കൊണ്ടുപോയത്. സാറാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. എന്റെ ജീവിതം തിരിച്ച് കൊടുക്കുന്ന സാറാണ്. ഒരുപാട് സന്തോഷം സാർ. മേഡം ഇപ്പൊ എങ്ങനെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നല്ലേ? സുഖം. അത് മതിയില്ലേ സാറേ? എന്നെ ഓർമ്മ ഉണ്ടാവും തോപ്പുംപടിയിൽ വെച്ച്. തോപ്പുംപടി വെച്ചിട്ട് എന്റെ BMW ഞാൻ വന്നിട്ട് കൊണ്ടുപോയി രക്ഷിച്ചു അല്ലേ? ഹോസ്പിറ്റലില്. അതെ സാർ. ഒരുപാട് സന്തോഷം. സന്തോഷം സാറാണ്. ഞാൻ ജീവിതത്തിൽ ഒരുപാട് പേര് സഹായിക്കാറുണ്ട്. ഞാൻ ഒന്നും ഓർത്തു നോക്കാറില്ല. താങ്ക് യു സോ മച്ച് സാർ. അതിലൊരാളായി ബാങ്കിട്ട് നന്നായി വരട്ടെ. ഓക്കെ. ഇത് ഞാൻ എന്റെ ലവറാണ്. ഞാൻ കിട്ടാൻ പോകണം. മേഡം പുണ്യം ചെയ്തതാണ് കേട്ടോ. ഇങ്ങനത്തെ നല്ല മനസ്സുള്ള ഒരാളെ കിട്ടാന്ന് പറഞ്ഞാല് ജീവിതത്തില്. താങ്ക് യു സോ മച്ച് സാർ. അതെ നമുക്ക് ഇറങ്ങിയാലോ? ഹലോ. എന്താ സിസ്റ്റർ? പേഷ്യന്റോ? എമർജൻസി ആണോ? ശരി, നമ്മൾ വേഗം വരാം കേട്ടോ. ഡോക്ടർ അമരേന്ദ് എന്റെ കൂടെ ഉണ്ട്. ശരി, ഓക്കെ. ഡോക്ടർ എന്താ പ്രശ്നം? എമർജൻസി ആണ് ഹോസ്പിറ്റലിൽ നിന്ന്. നമ്മൾ ട്രിപ്പ് ക്യാൻസൽ ചെയ്യണോ? നമ്മുടെ പേഷ്യൻസ് അല്ലേ ഏറ്റവും വലുത്. പോവാ നമുക്ക്. ഞാനായിരുന്നു അവിടെ. എന്താ സിസ്റ്റം? എമർജൻസി ആണോ? ഓക്കെ. ICUലാണോ പേഷ്യന്റ്? ഓക്കെ, ഞങ്ങൾ വരാം. ഡോക്ടർ ദേവി എന്താ സംഭവം? എമർജൻസി ആണ് ഹോസ്പിറ്റലിൽ നിന്ന്. നമ്മുടെ ട്രിപ്പിനെക്കാളും വലുത് ഡോക്ടർ നമുക്ക് രോഗികളല്ലേ? നമ്മൾ ഡോക്ടർമാരല്ലേ? രോഗികൾ നമുക്ക് ദൈവങ്ങളെ പോലെ അല്ലേ? ഡോക്ടർമാരെ ദൈവങ്ങളെ പോലെ കാണുന്നു. അപ്പൊ രോഗികളെ പോയി സൃഷ്ടിച്ചു. ഭയങ്കര വയറാണ്. ആണോ? എടാ ഇത് എന്താണ് സംഭവിച്ചത്? നീ എന്തെങ്കിലും ഫുഡ് വല്ലതും കഴിച്ചോ? അറിയാൻ പാടില്ല. നീ മേടിച്ചത് ചീന ഫുഡ് വെച്ചിട്ടാന്ന് തോന്നുന്നു. അല്ല എനിക്ക് പെട്ടെന്ന് നീ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട് വയറുവേനയെന്നുള്ള. നമസ്കാരം. ഡോക്ടറെ വിളിക്കണോ? ഞാൻ ചോദിക്കും. നമസ്കാരം. ഡോക്ടർ അമരേന്ദ്ര ഇന്നുണ്ടോ? ലീവാണ്. അല്ല ദേവിക മേഡം ഉണ്ടോ? ആരെങ്കിലും ഒരാളെ വിളിക്കാൻ പറ്റൂല. അത്രയ്ക്ക് വേദനയാണ്. ഒന്ന് വിളിച്ചു നോക്കാവോ? വിളിക്കട്ടെ. ഹലോ സാർ, സീരിയസ് ആയിട്ട് ഒരു പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നു. എടോ എനിക്ക് തീരെ വയ്യ. നീ എന്തോ പറയണ? ഞാൻ ഇയാൾ മേടിച്ചതാ ചീന ഫുഡ് വെച്ചിട്ട്. ഞാൻ ചോദിക്കട്ടെ. അതെ ഡോക്ടർ അമരേന്ദ്ര ഇന്ന് ഉണ്ടോ? സാറിന് ലീവായിരുന്നു. അയ്യോ ദേവിക മേഡം ഉണ്ടോ? രണ്ടുപേരും ലീവ്. ആരെങ്കിലും ഒരാളെ വിളിക്കാൻ. ഒന്ന് വിളിക്കാം. ഭയങ്കര വയറുവേനയാ. ഒന്ന് വിളിക്കണേ. എടാ അതിപ്പോ വിളിക്കട്ടെ. ഹലോ സാർ, സീരിയസ് ആയിട്ട് ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു. സാർ വരാൻ പറ്റുമോ? എന്താ തന്നെയാ? ഒരു പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നു. വയറ്റുവേദനയാണ്. ആണോ? എവിടെ? ഇതാണോ? മേഡം പുള്ളിക്ക് ഭയങ്കര വയറുവേദന. ഇയാൾ എനിക്ക് ഫുഡ് മേടിച്ചത് വാങ്ങി തന്നോണ്ടല്ല. എത്ര നേരമായി തുടങ്ങിയിട്ട്? കുറച്ച് നേരമായി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ഭയങ്കരമായിട്ട് വയറുവേദന. കഴിഞ്ഞ ആഴ്ചയൊക്കെ ഉണ്ടായിരുന്നു പുള്ളി. ഞാൻ ചെക്ക് എന്തായാലും എന്താ ഫുഡ് കഴിച്ചു? എത്ര നേരം? എവിടെയായിട്ടാ വേദന? ഇവിടെയോ? എന്താന്നറിയില്ല. നിങ്ങൾ ദൈവങ്ങളാ. പനിയുണ്ടോ? ഛർദിക്കുന്നുണ്ടോ? ഛർദിനൊന്നുമില്ല. ഭയങ്കര വേദന.
ലൂസ് മോഷൻ ഉണ്ടോ? അതിനോട് പ്രശ്നമൊന്നുമില്ല. ഒന്നുമില്ല. പേര് പറഞ്ഞേ. പേര് സതീശൻ സതീശൻ സതീശൻ. വയസ്സ് എത്രയായി? 40. സതീശ അതെ. സർജറി ചെയ്യേണ്ടി വരും എന്നാണ് തോന്നുന്നത്. അയ്യോ സാറേ അതിനുള്ള അമരെന്ന് ഡോക്ടർ ഞാൻ നോക്കിക്കോളാം, കുഴപ്പമില്ല. നോക്കണമെന്ന് ഞങ്ങൾ പൈസ ഇല്ല. കാരണം എന്റെ റിസ്ക് ഞാൻ ചെയ്യാം. എന്റെ സ്വത്ത് കിട്ടണമെങ്കിൽ വിളിച്ചെടുത്തിട്ട് സ്വത്ത് കിട്ടും. അത്ര സ്വത്തുണ്ട് എനിക്ക്, പൂർവീക സ്വത്തുണ്ട്. സാറേ കേൾക്കണ വിശ്വസിക്കാം. 56 കോടി സ്വത്തുണ്ട്. 56 കോടി. അന്ന് നീ ഇങ്ങനെ ഒന്ന് ചിരിക്കണ പോലെ എന്റെ വയറുവേന ഉണ്ട്. എന്റെ സ്വത്ത് കിട്ടണമെങ്കിൽ തന്നെ വിശ്വസിക്കും. ഉറപ്പാണോ? എന്റെ ഒരു പേപ്പർ ഓക്കെ. അതെ, ഒന്നും കൂടി എടുക്കാം. പനി ഉണ്ടെന്ന് പറഞ്ഞു. ധന്യ, എന്താ എന്താ പ്രശ്നം? പ്രശ്നം? ഒരു പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നു മേഡം. പേഷ്യനോട് പേഷ്യനോട് പേഷ്യന്റ് ഞാൻ പറഞ്ഞ റിപ്പോർട്ട്സ് ഒക്കെ എടുത്തു. റിപ്പോർട്ട് സ്കാനിങ് റിപ്പോർട്ട്. പേഷ്യന്റ് എവിടെ? പേഷ്യന്റ് ഉണ്ടോ? അത് പയ്യല്ല. എന്താ പറ്റിയത്? എന്താ പറ്റിയത്? എന്താന്നറിയില്ല, ഇവർക്ക് ഫുഡ് മേടിച്ചത് അന്നേരം തുടങ്ങിയത് എനിക്ക് ഭയങ്കരമായി. ഏത് ഭാഗത്തായിട്ടാ വേദന? ഈ സൈഡ് ഫ്രീ ആക്കി ഒന്ന് പരിശോധിക്കാം. പരിശോധിക്കാം. ടെൻഷൻ വേണ്ട. എനിക്ക് ആകെ സുഖാരണം. ഓക്കെ ഡോക്ടറെ പരിശോധിക്കും. ഛർദിയുണ്ട് ദൈവികയല്ലേ? മേഡം. ഓക്കെ 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 ഇരുന്നോളൂ. ഡോക്ടർ നോക്കിയേ. സർജറി വേണ്ടി വരുമല്ലേ? പറയാല്ലേ അവരോട്. അതെ, സർജറി വേണ്ടി വരും കേട്ടോ പേഷ്യന്റിന്. അപ്പൻഡിസൈറ്റിസ് എന്നാണ് കാണുന്നത്. അപ്പൊ സർജറി വേണ്ടി വരും. അപ്പൊ അല്ല, മേഡം, വേറെ പൈസ ഇല്ല. 8 ലക്ഷം രൂപ ഫീസ് ആവും. അല്ല, ഇപ്പൊ പൈസ ഇല്ലാത്തൊരു അവസ്ഥയാണ്. പുറത്ത് മനസ്സിലായി. പുള്ളി ഇന്നൊരു വാടക വീട്ടിലേക്ക് താമസിക്കും. ഡോക്ടർ സംസാരിച്ചു. അപ്പൊ എന്തായാലും സതീശൻ പേടിക്കണ്ട. എന്റെ സ്കിൽ ഞാൻ ചെയ്തോളാം. ഉള്ളപ്പോ കൊടുത്താൽ മതി. ഇവിടെ ഡോക്ടർ പറഞ്ഞോ, നീ ഉള്ളപ്പോ കൊടുത്താൽ മതി. എനിക്കൊരു ഡോക്ടർ സാർ ദൈവ. കാരണം പല ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പൈസ ഇല്ലാണ്ട് അവിടെ അറിയാടോ? ഓപ്പറേഷൻ നടത്തും. ടെൻഷൻ അടിക്കണ്ട, എല്ലാം ഹോസ്പിറ്റലിലെ ശരിയാവും. കാര്യങ്ങൾ അറിയാം. ഹോസ്പിറ്റലിൽ അറിയാം. സാറ് ഈ ഹോസ്പിറ്റലിൽ അങ്ങനെ കാണുന്നത്. എല്ലാ ഹോസ്പിറ്റലിലും കാണുന്ന പോലെ ഈ ഹോസ്പിറ്റലിൽ കാണുന്നത്. സാർ ദൈവം, മേഡം ദൈവം. എല്ലാം ശരിയാവും. ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഇനി എന്നെ ചിരിക്കണം. പോയിട്ട് 2 ആഴ്ച കഴിയുമ്പോൾ എന്തായാലും ശരിയാവും. ഓക്കെ, താങ്ക് യു സാർ. ഇങ്ങനെയായിരിക്കും ഡോക്ടർമാർ. പോടാ.